മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈ വചന ശുശ്രൂഷ സമയത്ത് ഇതിൽ പങ്കുചേരുന്ന എല്ലാ വ്യക്തികളെയും, എല്ലാ കുടുംബങ്ങളെയും, സ്ഥലസമൂഹങ്ങളെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനം, അവിടെ പറയുന്ന തിരുവചന ഭാഗം ഇപ്രകാരമാണ്: ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണത്രേ. ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണ്. ക്രിസ്തുവിനെ നേടുക എന്നുള്ളതാണ് പൗലോസ് ലീഹായെ സംബന്ധിച്ച് പരമപ്രധാനം. എങ്ങനെയാണ് ഒരു വ്യക്തി ക്രിസ്തുവിനെ നേടേണ്ടത്, അല്ലെങ്കിൽ പൗലോസ് ലീഹ എങ്ങനെയാണ് ക്രിസ്തുവിനെ നേടിയത് എന്ന് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിലൂടെ പൗലോസ് ലീഹ വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി പൗലോസ് ലീഹ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്, അതെല്ലാം അക്കമിട്ട് പൗലോസ് ലീഹ വാദഗതികൾ എന്നതുപോലെ നിരത്തുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ, ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി പൗലോസ് ലീഹ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് ലീഹ വ്യക്തമാക്കുകയാണ്. 5 മുതലുള്ള തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്: 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഒരു യഹൂദനെ സംബന്ധിച്ച് പരിച്ഛേദനം സ്വീകരിക്കുക എന്നുള്ളത് ദൈവവുമായി ഉടമ്പടിയുടെ ഏറ്റവും വലിയ ബന്ധത്തിൻ്റെ അടയാളമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അബ്രാഹവുമായി ദൈവം ഉടമ്പടി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉടമ്പടി ഉറപ്പിക്കുന്നത്, പരിച്ഛേദന കർമ്മം നിങ്ങൾ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവവുമായി ഉടമ്പടി ചെയ്തതിൻ്റെ അടയാളമാണ് പരിച്ഛേദന കർമ്മം നടത്തുക എന്നുള്ളത്. മക്കബാരുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 15-ാം തിരുവചനം, 1 മക്കബാരുടെ പുസ്തകം 1-ാം അധ്യായം 15-ാം തിരുവചനം, ഗ്രീക്കുകാരുടെ ആധിപത്യം മൂലം ഗ്രീക്കുകാരുടെ സാംസ്കാരിക അനുരൂപണത്തിനു വേണ്ടി ഈ പരിച്ഛേദന കർമ്മത്തിൻ്റെ അടയാളങ്ങൾ മായ്ച്ചു കളയുവാൻ പരിശ്രമിക്കുന്നവരെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പൗലോസ് ലീഹ അഭിമാനം കൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഞാൻ പരിച്ഛേദന നടത്തി ദൈവവുമായി ഉടമ്പടിയുടെ അടയാളം സ്വീകരിച്ച വ്യക്തിയാണ് എന്ന് വ്യക്തമാക്കുകയാണ് പൗലോസ് ലീഹ.
അഭിമാനപൂർവം പൗലോസ്ലീഹ പറയുകയാണ്, 8-ാം ദിവസം പരിച്ഛേദന കർമ്മം നടത്തിയവനാണ് ഞാൻ. വീണ്ടും പൗലോസ്ലീഹ അഭിമാനപൂർവം പറയുകയാണ്, ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവനാണ് ഞാൻ. എന്താണ് ഈ ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ പ്രത്യേകത? വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രദേശം കരസ്ഥമാക്കുവാൻ 12 ഗോത്രങ്ങളും മുന്നിലേക്ക് വരുമ്പോൾ അതിൽ പ്രത്യേകമായി 1-ാം സ്ഥാനം നമ്മൾ പ്രത്യേകമായി 3 ഗോത്രങ്ങളിൽ കാണുന്നു. ആ ഗോത്രങ്ങളിൽപ്പെട്ട് അതിലും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗോത്രമാണ് ബെഞ്ചമിൻ ഗോത്രം. തൻ്റെ ഗോത്രത്തെക്കുറിച്ച്, തൻ്റെ വംശത്തെക്കുറിച്ച്, തൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുന്ന പൗലോസ്ലീഹായെ നമ്മൾ കാണുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 35-ാം അധ്യായം 18-ാം തിരുവചനം. അവിടെ യാക്കോബ് തനിക്കുള്ള സർവസ്വവുമായി തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ച് യാത്ര നടത്തുന്ന സമയത്ത്, ആ സമയത്താണ് റാഹേൽ ബെഞ്ചമിന് ജന്മം നൽകുന്നത്. ആ സമയത്ത് ബെഞ്ചമിന് ജന്മം നൽകുന്നതോടുകൂടെ റാഹേൽ മരിക്കുന്നത് നമ്മൾ അവിടെ വായിക്കുന്നു. റാഹേൽ വിളിക്കുന്നു, എൻ്റെ മകനെ ബെനോനി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊരു പേരിടാനായിട്ടാണ് റാഹേൽ ആഗ്രഹിച്ചത്. എന്നാൽ യാക്കോബ് അവനെ വിളിക്കുന്നത്, പിറന്ന കുഞ്ഞിനെ വിളിക്കുന്നത് ബെഞ്ചമിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വാഗ്ദാനത്തിൻ്റെ പുത്രൻ എന്നൊക്കെ ബെഞ്ചമിൻ എന്ന വാക്കിനർത്ഥമുണ്ട്. പിതാവിൻ്റെ വലതുകരത്തിൻ്റെ പുത്രൻ എന്നൊക്കെ ബെഞ്ചമിൻ എന്ന വാക്കിനർത്ഥമുണ്ട്. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നാണ് ആദ്യമായി ഇസ്രായേലിന് രാജാവിനെ ലഭിച്ചത്. സാവൂൾ രാജാവ് തിരഞ്ഞെടുക്കപ്പെടുന്നത് ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ പാരമ്പര്യമായി വലിയ കുടുംബത്തിൽ, വലിയ തലമുറയിൽ ഒത്തിരിയേറെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഗോത്രത്തിൽ പിറന്നവനാണ് എന്ന് പൗലോസ്ലീഹ സമർത്ഥിക്കാൻ പരിശ്രമിക്കുന്നു. പൗലോസ്ലീഹ പറയുന്നു, ഞാൻ ജന്മം കൊണ്ട് ഒരു യഹൂദനായി പിറന്നവനാണ്. ഒരു മിക്സ്ഡ് മാരേജ് വഴിയായോ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടോ യഹൂദ മതത്തിൽ ചേർക്കപ്പെട്ടവനല്ല ഞാൻ. അതിനേക്കാൾ ഉപരിയായി വലിയ പാരമ്പര്യം അഭിമാനമായി കാണുന്ന വ്യക്തിയാണ് പൗലോസ്ലീഹ. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത് ഇപ്രകാരമാണ്, ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവനാണ് ഞാൻ. വീണ്ടും പൗലോസ്ലീഹ പറയുന്നു, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ. ഇസ്രായേൽക്കാർ മുഴുവൻ പിന്നീട് അറിയപ്പെടുന്നത് ഹീബ്രു ഭാഷ സംസാരിക്കുന്നതുകൊണ്ടും സംസ്കാരം അങ്ങനെ ആയതുകൊണ്ടും ഹെബ്രായൻ എന്ന് വിളിക്കപ്പെടുന്നത് നമ്മൾ തിരുവചനത്തിൽ കാണുന്നു. തൻ്റെ ഭാഷയെക്കുറിച്ച്, തൻ്റെ സംസ്കാരത്തെക്കുറിച്ച്, തൻ്റെ ഗോത്രത്തെക്കുറിച്ച് അഭിമാനം കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു പൗലോസ്ലീഹ. വീണ്ടും പറയുന്നു,
തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ. എന്താണ് പൗലോസ് ലീഹായ്ക്കുണ്ടായിരുന്ന തീഷ്ണത? തീഷ്ണത കൊണ്ട് ജ്വലിക്കാൻ പ്രത്യേകമായി വിളിക്കപ്പെട്ടവനാണ് പൗലോസ് ലീഹ എന്ന് പൗലോസ് ലീഹായ്ക്ക് ബോധ്യമുണ്ട്. മക്കബാരുടെ പുസ്തകത്തിൽ മത്താത്തിയാസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. തീഷ്ണത കൊണ്ട് ജ്വലിച്ചുകൊണ്ട് വിജാതീയർക്ക് ബലിയർപ്പിക്കാൻ പോയ ഒരു യഹൂദനെ ആ ബലിപീഠത്തെങ്കിൽ വെച്ച് വധിക്കുന്ന മത്താത്തിയാസ്. അതുപോലെ തൻ്റെ മതത്തിനു വേണ്ടി, ഗോത്രത്തിനു വേണ്ടി തീഷ്ണത കൊണ്ട് ജ്വലിച്ചിരുന്ന വ്യക്തിയാണ് പൗലോസ് ലീഹ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം 10 തിരുവചനം. ദൈവത്തെക്കുറിച്ച് തീഷ്ണത കൊണ്ട് ജ്വലിച്ചിരുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നു, ഏലിയ. ഏലിയ, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഏലിയ മറുപടി കൊടുക്കുന്നു, ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ തീഷ്ണതയും അതേ ജ്വലനവുമാണ് പൗലോസ് ലീഹായ്ക്കും ഉണ്ടായിരുന്നത്. അതേ തീഷ്ണതയും അതേ ജ്വലനവുമാണ് പൗലോസ് ലീഹായ്ക്കുണ്ടായിരുന്നത്. പൗലോസ് ലീഹ പറയുന്നു, സഭയ്ക്ക് വേണ്ടി, തൻ്റെ മതത്തിനു വേണ്ടി, തൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി, അതിന് എതിര് നിൽക്കുന്ന ആരെയും നേരിടാനുള്ള തീഷ്ണത പൗലോസ് ലീഹായ്ക്കുണ്ടായിരുന്നു. അത് അക്കമിട്ട് നിരത്തുകയാണ് പൗലോസ് ലീഹ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിലൂടെ പ്രത്യേകമായി എടുത്തു പറയുന്നത്. വീണ്ടും നമ്മൾ കാണുന്നു, ഫരിസേയൻ, നിയമപ്രകാരം ഫരിസേയനാണ് ഞാൻ. ഫരിസി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മാറ്റി നിർത്തപ്പെട്ടവൻ, സെപ്പറേറ്റഡ് വൺ എന്നൊക്കെ അർത്ഥമുണ്ട്. യഹൂദമതത്തിൽ പ്രത്യേകമായി നിയമത്തിനു വേണ്ടി തീഷ്ണത കൊണ്ട് ജ്വലിക്കുന്നവരാണവർ. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ആദ്യത്തെ പഞ്ചഗ്രന്ഥികളൊക്കെ ഹൃദ്യസ്ഥമാക്കി നിയമത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണവർ. മാത്രമല്ല, പരിശുദ്ധിയുടെ കാര്യത്തിൽ, ഭക്ഷണത്തിൻ്റെ കാര്യമായാലും മറ്റ് കാര്യങ്ങളിലായാലും മോശ കൽപ്പിച്ചിരിക്കുന്ന നിയമങ്ങൾ അതേപടി അനുസരിക്കുകയും ജീവിക്കാൻ പരിശ്രമിക്കുകയും യഹൂദമതത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരുന്നു ഫരിസേയർ. പൗലോസ് ലീഹ അവകാശപ്പെടുകയാണ്, ഹെബ്രായരിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളിലൊന്നായ ഒരു ഫരിസേയനാണ് ഞാൻ. അത്രമാത്രം മോശയുടെ നിയമത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടായിരുന്ന വ്യക്തി. പൗലോസ് ലീഹ ഇതെല്ലാം അക്കമിട്ട് നിരത്തി വയ്ക്കുകയാണ്. ഇങ്ങനെ 5-6 കാര്യങ്ങൾ പൗലോസ് ലീഹ യേശുവിനെ നേടുന്നതിന് മുൻപ് താൻ ഊറ്റം കൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് ലീഹ പ്രതിപാദിക്കുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം 7 തിരുവചനം, 3 അധ്യായം 7 തിരുവചനം. അവിടെ വളരെ ചെറിയ ഒരു വാക്ക് അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ വളരെയേറെ ആഴമുള്ള വാക്കാണ് പൗലോസ് ലീഹായെ സംബന്ധിച്ച്. എന്നാൽ പൗലോസ് ലീഹ പറയുന്നു, എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി
നഷ്ടമായി ഞാൻ കണക്കാക്കി. ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി ഒരു ഫരിസായനെ സംബന്ധിച്ച്, ഒരു യഹൂദനെ സംബന്ധിച്ച് അവന് ലാഭമായിരുന്ന കാര്യമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്ക് അവതരിപ്പിക്കുന്ന പൗലോസ്ലീഹായെ. ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്ക് അവതരിപ്പിക്കുന്ന പൗലോസിനെ നമ്മൾ കാണുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പോള ഭാഷ പൗലോസ്ലീഹ ഉപയോഗിക്കുന്നതായി നമ്മൾ തിരിച്ചറിയുന്നു. ലാഭത്തിൻ്റെ കാര്യത്തെക്കുറിച്ച്, നഷ്ടത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പൗലോസ്ലീഹ അവിടെ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു. പൗലോസ്ലീഹ നമ്മെ മനസ്സിലാക്കി തരാൻ പരിശ്രമിക്കുന്നത്, ഇതെല്ലാം എനിക്ക് ലാഭമായിരുന്നു എൻ്റെ ജീവിതത്തിൽ, പക്ഷേ ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി ഞാൻ അതെല്ലാം നഷ്ടമായി കരുതുകയും ചെയ്യുന്നു. പൗലോസ്ലീഹായ്ക്ക് എന്നാൽ എന്ന് പറഞ്ഞ് പൗലോസ്ലീഹായുടെ ജീവിതത്തിന് മുൻപും പിന്നും നടന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തതയുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, എൻ്റെ സമൂഹത്തെക്കുറിച്ച്, എൻ്റെ ജീവിത രീതിയെക്കുറിച്ച് വളരെ തീഷ്ണതയോടുകൂടി ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പൗലോസ്ലീഹ വ്യക്തമാക്കുന്നു, എന്നാൽ എനിക്കതെല്ലാം ലാഭമാകാമായിരുന്നു, പക്ഷേ ഞാനതെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായിട്ടാണ് കരുതുന്നത്. നമ്മൾ ചരിത്രത്തിൽ കാണുന്നു, യേശുവിനെ പ്രതി നഷ്ടമായി തനിക്കുണ്ടായിരുന്നതെല്ലാം, തനിക്ക് പ്രാപ്യമായിരുന്നതെല്ലാം നഷ്ടമായി കരുതുന്ന വ്യക്തികൾ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കുക. പ്രഭുസ്ഥാനത്തിന് അർഹതയുണ്ടായിരുന്ന വ്യക്തി, സമ്പന്നതയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സമൂഹ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഉന്നതമായ സ്ഥാനം പുലർത്തിയിരുന്ന വ്യക്തി, ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്നാൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മാറ്റം സംഭവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് ക്രിസ്തുവിനെ നേടുന്നതിന് മുൻപ് ഇങ്ങനെയായിരുന്നു, എന്നാൽ ക്രിസ്തുവിനെ പ്രതി എനിക്ക് ലാഭമാകേണ്ടിയിരുന്ന എല്ലാ കാര്യങ്ങളും നഷ്ടമായി കരുതുകയാണ്. ഓരോ വിശുദ്ധരുടെ ജീവിതത്തിലും നമ്മൾ തിരിച്ചറിയുന്നു, അവർക്ക് ഈ ലോകത്തിന് മുൻപിൽ ലാഭമാകേണ്ടിയിരുന്ന പല കാര്യങ്ങളും അത് നഷ്ടമാക്കിക്കൊണ്ടാണ് അവർ ക്രിസ്തുവിനെ നേടിയെടുക്കുന്നത്. സഭയുടെ ചരിത്രത്തിലെ എല്ലാ വിശുദ്ധരും തന്നെ അവരുടെ ജീവിതത്തിൽ ലാഭമായിരുന്ന പലതിനെയും വിട്ടുപേക്ഷിക്കുന്നതായി നമ്മൾ തിരിച്ചറിയുന്നു. രാജ്ഞീപദം വിട്ടുപേക്ഷിച്ച വിശുദ്ധരെക്കുറിച്ച്, വിശുദ്ധാത്മാക്കളെക്കുറിച്ച് നമ്മൾ സഭാചരിത്രത്തിൽ വായിക്കുന്നു. രാജകുമാരനാകേണ്ടവർ ആ സ്ഥാനം ഉപേക്ഷിച്ച് ക്രിസ്തുവിന് വേണ്ടി എല്ലാം നഷ്ടമായി കരുതുന്നവരെക്കുറിച്ച് സഭാചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. ക്രിസ്തുവിനെ പ്രതി എല്ലാം നഷ്ടമായിട്ട് കരുതുക. സാധാരണ മനുഷ്യൻ്റെ മുൻപിൽ, സാധാരണ ജനത്തിന് മുൻപിൽ അവരുടെ കമ്പോള നിലവാരമനുസരിച്ച് എല്ലാം ലാഭമായി കരുതേണ്ടിയിരുന്ന കാര്യങ്ങൾ
എനിക്ക് യേശുവിനെ നേടണം എന്നുള്ള വലിയ ബോധ്യത്താൽ നഷ്ടമായി കരുതുന്നവരെ നമ്മൾ കണ്ടുമുട്ടുന്നു. പൗലോസ്ലീഹ ഇതാ തനിക്ക് ലാഭമായി സമൂഹം വിലമതിച്ചിരുന്നത്, കണ്ടിരുന്നതിനെ നഷ്ടമായി കരുതുന്നു. വീണ്ടും പറയുന്നത് ഇപ്രകാരമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാം തിരുവചനം, ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിലേക്ക്, ക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് ഒരു ആഴമേറിയ വാക്കാണ്. വിജാതീയ മതത്തിൽ അവർ അവരുടെ ദൈവത്തെ അറിഞ്ഞ് വിജാതീയ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്ന രീതിയെക്കുറിച്ച് വിജാതീയ മതങ്ങൾ പലതും പല രീതിയിൽ ഉദ്ഘോഷിക്കുന്നുണ്ട്. ദൈവത്തെ അറിയുക എന്ന രീതിയിൽ പ്രതിപാദിക്കുന്നതായി നമ്മൾ കാണുന്നു. പക്ഷേ അതിനേക്കാൾ ആഴമേറിയ അർത്ഥത്തിൽ പൗലോസ്ലീഹ പറയുന്നു, എനിക്ക് ക്രിസ്തുവിനെ അറിയണം. ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി അവൻ ആരാണ്, ആരായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയണം. ക്രിസ്തുവിനെ അറിയുന്നതിനു വേണ്ടി പൗലോസ്ലീഹ ഇതാ ഏറ്റവും വിലമതിച്ചതിനെ വേണ്ട എന്ന് വയ്ക്കുന്നു. പിന്നീട് പൗലോസ്ലീഹ ഉപയോഗിക്കുന്നൊരു വാക്ക് ഇപ്രകാരമാണ്, അവനെ പ്രതി സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു. വളരെ നെഗറ്റീവായിട്ടുള്ളൊരു വാക്കാണ് ഉച്ഛിഷ്ടം എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിൻ്റെ സമീപത്ത് ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൂട്ടി വയ്ക്കുന്നത് പോലെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അർത്ഥമായി ഉച്ഛിഷ്ടം എന്ന വാക്കിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വിലയും കൊടുക്കാത്ത, ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയാണ് ഉച്ഛിഷ്ടം എന്നതുകൊണ്ട് പൗലോസ്ലീഹ അവിടെ വിവക്ഷിക്കുന്നത്. മറ്റ് കാര്യങ്ങളൊന്നും എനിക്കൊരു വിലയുമില്ല എന്ന് പൗലോസ്ലീഹ അടിവരയിട്ട് പറയുകയാണ്. എൻ്റെ പാരമ്പര്യം, എൻ്റെ കുടുംബം, എൻ്റെ ഗോത്രം, എൻ്റെ വംശം ഒന്നും ക്രിസ്തുവിനെ നേടുന്നതിൽ എനിക്ക് തടസ്സമാകുന്നില്ല. അതിനെയെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. എനിക്ക് ക്രിസ്തുവിനെ നേടുക എന്നുള്ളതാണ് പരമപ്രധാനം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ നേടുന്നതിനു വേണ്ടി ഒരു എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കുടുംബമോ, നമ്മുടെ പാരമ്പര്യമോ, നമ്മുടെ ജോലിയോ സമ്പത്തോ ഒന്നും ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി നമുക്ക് തടസ്സമാകാതിരിക്കട്ടെ. പൗലോസ്ലീഹായെപ്പോലെ വ്യക്തമായി നമുക്കും പറയാനായിട്ട് സാധിക്കും, ഞാനെല്ലാം നഷ്ടപ്പെടുത്തിയത് ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി, അവനോടുകൂടെ ഒന്നായിത്തീരുന്നതിന് വേണ്ടിയാണ്. നമുക്കും പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, എൻ്റെ ജീവിതത്തിലും ജീവിത സാഹചര്യങ്ങളിലും ക്രിസ്തുവിനെ അറിയുന്നതിനും ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായിത്തീരുന്നതിനും തടസ്സമായി നിൽക്കുന്ന വ്യക്തികളെയോ വസ്തുക്കളെയോ സാഹചര്യങ്ങളെയോ ഉപേക്ഷിക്കുവാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ. ക്രിസ്തുവിനെ നേടുക എന്നുള്ളതാണ്
എനിക്ക് പരമപ്രധാനം. ആമേൻ.